ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ്. കോട്ടിംഗ് ഒന്നും പോകാതെ എല്ലാം ഒരേ ഷേപ്പിൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മീഡിയം സൈസിൽ 4 ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ കറി വെക്കാനായിട്ട് മേടിച്ച ചിക്കനിൽ നിന്ന് ഈ ബോനില്ലാത്ത ഇറച്ചി കഷ്ണം മാത്രം ഇട്ടുണ്ടാവില്ല, അതെടുത്ത് മാറ്റി വെച്ചതാണ്. അതായിട്ട് ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ചിക്കൻ മേടിച്ചൊന്നുമല്ല കേട്ടോ. ഇത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേകാനായിട്ട് വെക്കാം. പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നമുക്കൊന്ന് അത് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബ്രെഡോ റസ്കോ ഇട്ടിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടെങ്കിൽ അതായാലും മതി. വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിവിടെ 2 സ്പൂണ് മൈദാപ്പൊടിയും 1 സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ബാറ്ററിന് ഒരു കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ബാറ്റർ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാളയും പിന്നെ കുറച്ച് മല്ലിയിലയും, സവാള ഒരു മീഡിയം സൈസിൽ ഒരെണ്ണം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഈ മസാലയ്ക്ക് വേണ്ടത്രയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്, ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർക്കണമായിരുന്നു, ഞാനത് വിട്ടുപോയി. അതിന് ഞാൻ ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തു. എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നമ്മുടെ ഈ മാവെടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു കുപ്പിയുടെ അടപ്പെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ നമുക്ക് ആയി കിട്ടും. കണ്ടോ എത്ര നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ഈ ബാറ്ററിൻ്റെ അകത്തേക്ക് ഈ നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. 2 പ്രാവശ്യം ആക്കിയെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കോട്ടിങ് പൊട്ടാതെ കിട്ടും. ആദ്യം ഒരു പ്രാവശ്യം ഇതുപോലെ ബ്രെഡ് ക്രംസ് നമ്മൾ മാവിൽ മുക്കിയെടുത്തു, ബ്രെഡ് ക്രംസ് മുക്കി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നുകൂടെ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് 2 സൈഡും വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ കട്ട്ലേറ്റാണ്. ആദ്യം നല്ല ചൂടായിരിക്കണം എണ്ണ ഫുൾ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഈ പുറത്തുള്ളൊന്നും കരിഞ്ഞു പോകരുത്, അകത്ത് നന്നായിട്ട് വേഗം വേണം. ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. ഞാനിപ്പോൾ ഈ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ വേറെ സ്പെഷ്യൽ ചിക്കനൊന്നും മേടിച്ചില്ല കേട്ടോ. ഉണ്ടായിരുന്ന ചിക്കനും കൊണ്ട് അടിപൊളി